ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസ്യലളിതം ചന്ദ്രോദയ ബോർഡിങ്ങിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ സാധാരണ ഏതാണ് ബോർഡ്? അത് ശരിക്കൊന്ന് ഇനി അതോ വിശന്നിട്ടാണോ? ഏതാ ബോർഡ്? അടിപൊളി, വളരെയധികം സന്തോഷം. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഈ കോളേജിൽ വരുന്നത് ഒരു 6 വർഷം മുമ്പ്, ഓർക്കുന്നില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പിന്നെ അതിനു മുമ്പ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, മറ്റേ മിസ്റ്റേക്ക് തിരുത്തി. ശ്രീരാജ് ശ്രീനിവാസനാണ്, ശ്രീജിത് ശ്രീനിവാസൻ ഒരു മിസ്റ്റേക്ക് പറ്റി. കുഴപ്പമില്ല, ക്ഷമിക്കല്ലേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീരാജ് ശ്രീനിവാസൻ. അതും കൂടി ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം ഈ പടത്തിന്റെ അമരക്കാരൻ ഒരു സംവിധായകനാണ്, എല്ലാ സിനിമയുടെ അമരക്കാരൻ. അപ്പൊ അത് തെറ്റ് തിരുത്തണം എന്ന് തോന്നി. ഇനി പ്രധാനപ്പെട്ട ചോദ്യം, എത്ര പേര് കണ്ടു പ്രാവിൻകൂട് ഷാപ്പ്? അണ്ണാങ്കിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ കാണാനും പേരുള്ളൂ, കുഴപ്പമില്ല. അപ്പോ ഞാനധികം സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. എങ്കിലും പ്രാവിൻകൂട് ഷാപ്പിന്റെ നായിക വൃന്ദ, നമ്മുടെ ശാന്തി കാണാൻ വയ്യ. ശാന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പാട്ടുണ്ട്. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമെങ്കിലും ആ പാട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. ആ പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാൻ വിചാരിക്കും. ഞാൻ എൻ്റെ പാട്ട് തന്നെയാണ് എവിടെ ചെന്നാലും പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു വെറൈറ്റി ആയിരിക്കും. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസ്യലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുത്ത താരുണ്യം രാഗമാണ്. ഈ പാട്ടോട് എന്നാ ഒരുമിച്ചിട്ട് പാടാം. 1, 2, 3 സ്റ്റാർട്ട്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസ്യലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്. അടിപൊളി കൊള്ളാം. ഇനി വേറെ എന്താ അടുത്തെന്നാണ് പരിപാടി? ഇനി നമ്മളിവിടെ വന്നിട്ട് 2 പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കാം. ഡാൻസ് കളിക്കണം ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഡാൻസ് നല്ല വെട്ടിക്കെട്ട് ഡാൻസ് ആണ് കേട്ടോ. ഇവിടെ 1-2 പേര് അടിപൊളി. ഞങ്ങൾ കോളേജിൽ വളരെ ശക്തമായിട്ടുള്ള, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടുള്ള കോളേജിലാണ് ഞാൻ പഠിച്ചത്. MES കോളേജ് മാറിയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള കോളേജായിരിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള പലരോടെ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കുന്നുണ്ടാവുമായിരിക്കും, ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുമായിരിക്കും. അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ആ സമയത്തൊക്കെ ഈ പ്രൈവറ്റ് കോളേജുകളിലെ ഒരു ഉത്സവം നടക്കുമായിരുന്നു. നിറം എന്നായിരുന്നു അതിൻ്റെ പേരില്ല. തൊട്ടപ്പുറത്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാൻ വഴി നിങ്ങളൊക്കെ വളരെ കുഞ്ഞായിരുന്നിരിക്കും. അത് നിന്നിട്ട് എനിക്ക് തോന്നുന്നു 2006, 2007 നിന്നു തോന്നുന്നു. അതിനൊക്കെയാണ് അവസാനമായിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ കൂടെ എനിക്ക് ചോദിക്കില്ല. അപ്പൊ ആ കോളേജ് മൂഡിലേക്ക് വരാൻ ഞാൻ പറഞ്ഞോളൂ. എന്താ വെച്ചാൽ 2 പേര് നിങ്ങളുടെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്തു. ഇനി 2 പേര് നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ കൂടെ പാട്ട് പാടാണ്. കോളേജിൽ വൈബ് ചോദിച്ചു പോലെ ഭയങ്കര സൈലന്റ് ആയി പോയത്. 2 പേര്, ഇത്രയും ശക്തരായ നിങ്ങൾക്കിടയിൽ നിന്ന് 2 പേര് പെൺകുട്ടികൾ. ആരാണ് വരുന്നത്? ബാഗ് പിടിച്ചു പോകുന്നതല്ല. ഒരാളും കൂടി ഇല്ലേ ഈ കോളേജിൽ പാട്ട് പാടാൻ അറിയാവുന്ന? 2 പേർ ധൈര്യമായിട്ട് നമ്മുടെ സ്വന്തം സ്റ്റേജാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റേജ് തന്നിട്ട് പോകും. വെൽക്കം ടു ദി സ്റ്റേജ്. എൻ്റെ പേര് ഏത് കോഴ്സ്? ഇംഗ്ലീഷ് ഫെസ്റ്റാണോ ചോദിക്കണം? മാത്രമായിട്ടുണ്ട്. ഒരാൾ കൂടി വരുമോ? എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ?
ഓർഗനൈസറാണ്. അപ്പോൾ അതിന് പറ്റിയ അവസരമാണ് സ്റ്റേജിൽ. അപ്പൊ നമ്മൾക്ക് ഇദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാലോ? എല്ലാവർക്കും കൂടി ഒന്ന് ആഘോഷിച്ചാൽ എന്തായാലും നിങ്ങൾ വരവിച്ച് കൈയടിച്ച് വരുവത്തില്ലേ? ഇനി ആ പാട്ടിന് കൂടുതൽ ശക്തമായ പ്രോത്സാഹനം കൊടുത്തേ. താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. വെൽക്കം ടു ദ സ്റ്റേജ്. എന്താ പേര്? അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന്റെ പാട്ട് കൂടി കേൾക്കാല്ലേ? റെഡി? ഇത് ഒരു ചെറിയ കാര്യമാണ്. ഇപ്പൊ 2015 പ്രേമം എന്ന് പറഞ്ഞ സിനിമയുടെ ഉപയോഗമാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ, മലയാളം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്നീഷ്യനായിട്ടൊക്കെ. അതും അൻപർഷൽ എന്റർടൈൻമെന്റ് ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് പാടാൻ പറഞ്ഞത് ചെറിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടുപേരും പാടാൻ വിളിച്ചത്. അതായത് ഈ 2025 10 വർഷം ആകുമല്ലോ പ്രേമം റിലീസായിട്ട്. അപ്പോ കഴിഞ്ഞ 10 വർഷം ഞാൻ എന്റെ പാട്ടുകളൊന്നും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പാട്ടുകളെങ്കിലും ആരെങ്കിലും പാടുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അത് ഞാൻ തന്നെ പാടാം എന്നായിരിക്കും ചിലപ്പോൾ. അപ്പൊ എന്തായാലും അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ പടം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പടം നിങ്ങൾ എന്തായാലും കാണണം. പ്രാവൻകുടി ഷാപ്പ്, വെൽക്കം ടു പ്രാവൻകുടി ഷാപ്പ്. നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കള്ള് കുടിക്കാൻ മാത്രമല്ല, നല്ല ഉഗ്രൻ കറികളും ഉണ്ട്, ഫുഡും ഉണ്ട്. അത് കഴിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ശരിക്കുള്ള പ്രാവൻകുടി ഷാപ്പല്ല, അങ്ങനെ ഒരു പ്രാവൻകുടി ഷാപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞ സിനിമ കാണാൻ വരണമെന്നാണ് പറഞ്ഞു. ഇനി എല്ലാവരും അടുത്ത ഷാപ്പിലേക്ക് പോകുന്നു. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ആ ഷാപ്പിന്റെ ഓണറാണ് ഇരിക്കുന്നത്. കൊമ്പൻ ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പാട്ടും കൂടി ഇവിടെ വന്നിട്ട് അവസാനം എന്റെ പാട്ട് പാടാണ്ട് പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ? മുട്ടി മുട്ടി നടക്കാൻ, തൊട്ടൊരു മീരിക്കാൻ, 24/7 ഫുൾ ഡേറ്റിംഗ് കളിക്കാൻ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറകെ നടന്നിട്ടും വല വീശി എറിഞ്ഞിട്ട് നോ റിപ്ലൈ, മറ്റേ നല്ല പോലും സഹിക്കാത്ത കോസ്റ്റ്യൂംസ് വലിച്ചു കെട്ടി ഒലിപ്പിച്ച് നടന്നിട്ട് നോ റിപ്ലൈ. അവർ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പരിപാടിയെല്ലാം ഗംഭീരമാകട്ടെ. പുതിയ പാട്ടൊക്കെ പഠിച്ചു കിട്ടുക. നല്ല പാട്ടുകളൊക്കെ നമ്മളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ആ പാടിയ പാട്ടുകളായിരുന്നു. കണ്ണാടി മോശമാണല്ല പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഏതാണ് വൈബ്? അയ്യോ ഒന്നുകൂടി ഏതാണ് വൈബ്? ഓക്കെ. ഞാനീ മൈക്ക് ആർക്കാ കൈമാറുന്നത്? ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ കൈമാറാം. റെഡി? ഓ താങ്ക് യു. നമുക്ക് അടുത്തെന്തെങ്കിലും പരിപാടി ഉടനെ കാണാം.